പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതിനാൽ തന്നെ ഇതൊരു ട്രയലാണ്. ട്രയൽ എന്ന് പറയുമ്പോൾ ഒരു ഡെമോ അലോട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് കറക്റ്റുള്ള അലോട്ട്മെൻറ്റ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അബി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അതിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ട്രയൽ അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്കത് പരിശോധിക്കാൻ സാധിക്കും. അവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് ദർ ഇസ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കണം എന്നില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ചിലപ്പോൾ അടുത്തതിൽ 10ാമത്തെ ഓപ്ഷനിലേക്ക് വരെ പോകാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇത് പ്രകാരം നിങ്ങൾക്ക് 28/6/2026 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. നിങ്ങളവിടെ സെലക്ട് ചെയ്ത അക്കാദമിക് പാറ്റേൺ തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇവിടെ അക്കാദമിക് പാറ്റേൺ നിങ്ങൾ 10+2+3 നിങ്ങളുടെ അക്കാദമിക് പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 10+2+3 ഇതാണ് പൊതുവെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ഡയറക്റ്റ് PG ബേസിലാണ് അഡ്മിഷൻ നൽകേണ്ടതെങ്കിൽ PG MCOM കഴിഞ്ഞവർക്കാണെങ്കിൽ 10+2+5 ആയിരിക്കും. ഇൻ്റഗ്രേറ്റഡ് PG ആണെങ്കിൽ 10+2+5 ആയിരിക്കും. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് അൺലോക്ക് എഡിറ്റിംഗ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ തിരുത്തേണ്ടത്. ഈ വരുന്ന 22-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് എഡിറ്റിങ്ങിനുള്ള സൗകര്യമുള്ളത്. വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണമെന്ന് പറയുന്നു. പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഉടനെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിഞ്ഞാൽ ആ PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. അത് അടുത്ത അഡ്മിഷൻ പ്രക്രിയക്ക് ആ PDF ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകും. പിന്നെ 2ാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും ഇത് നിങ്ങൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിലേക്ക് കടന്നു വരാൻ സാധിക്കുക. NSS NCC ഇതിനൊക്കെ വെയിറ്റേജ് ബിരുദ പ്രോഗ്രാമിൻ്റെ കാലയിൽ ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. NCL EW സംവരണ വിഭാഗങ്ങൾ എന്നിവ കൃത്യമാണെന്നും ഉറപ്പ് വരുത്തുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.